അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ബാസിലിന് ഒരു 6 ചോദ്യം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. Q&A സെഷനാണെന്ന്. Q&A ആണോ? അങ്ങനെയാണോ? Q&A സെഷനാണെന്ന് ബാസിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ തന്നെ ബാസിൽ പെണ്ണ് കെട്ടാൻ പോകുന്നത് നിക്കാഹിക്കാൻ പോകുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 6 ചോദ്യങ്ങളായിരിക്കും. ആ 6 ചോദ്യത്തിനും ബാസിൽ എന്തായാലും നോണേ പറയാനുള്ളത് എനിക്കറിയാം. അപ്പം നമുക്കത് കാത്തിരുന്ന് കാണാം അല്ലേ അച്ചോ? അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങിയാലോ? അച്ചുപ്പാൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലാട്ടപ്പം നമ്മളുള്ളത്. അച്ചു മഞ്ചേരിയിൽ എന്താ ചെയ്യുന്നത്? പറഞ്ഞെടുക്ക്. ഇത് എന്തിൻ്റെ ഓഫീസർ? ഇത് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ഉണ്ട്. ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ്റെ അച്ചുവിൻ്റെ മഞ്ചേരിയത്തെ ഓഫീസിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പം പ്ലാൻ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ബാസിലിന് ഒരു 6 പേപ്പറിൽ 6 ക്വസ്റ്റ്യൻസ് Q&A കിങ് ആണ് അച്ചു. ഇടക്കിടക്കിരുന്നല്ലേ? അപ്പം നജ് പ്രിപ്പയർ ചെയ്യേ. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഏത് പറയേ? ഇത് നമ്മൾ നറുക്കിട്ടിട്ട് ബാസിലിനെ കൊണ്ട് എടുപ്പിക്കും. അതിന് ഉത്തരങ്ങൾ ബാസിൽ തരണം. അതായത് പെണ്ണ് കെട്ടാൻ പോകുന്നതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്ന് ഞാൻ കണ്ടുവെച്ചിങ്ങനെ ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്. ക്ലീശ് എന്നല്ല, ഓന് കുറേ കാര്യങ്ങൾ ജനങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചോദ്യം, ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്. കാരണം തെറച്ചോ ഓ എന്താ പറയണത് എനിക്കൊന്ന് നോക്കണല്ലോ. അതൊന്ന് കാണണല്ലോ. അതെ, ഓൻ എന്തായാലും അറേഞ്ച്ഡ് എന്നേ പറയുള്ളൂ. കുഴപ്പമില്ല, അതൊന്ന് കാണാനാ. ഞങ്ങളെ മുന്നിൽ നിന്ന് നോണ പറയണത് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ടൊന്ന് കാണണം. എന്തൊക്കെ പറയാൻ പോണത്? അത് കണ്ടേക്കന്നെ അറേഞ്ച്ഡ് അതൊക്കെ അറിയില്ലേ? അതല്ല, വേറെ ചോദ്യങ്ങളാണല്ലോ. അടുത്ത ചോദ്യം പറയും. കെട്ടാൻ പോകുന്ന കുട്ടിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചോദ്യം നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ? എന്താണ് അച്ചോ രണ്ടാമത്തെ ചോദ്യം? കെട്ടാൻ പോകുന്ന കുട്ടിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ, ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. ഭയങ്കര ക്ലാഷ് ആവും. ഞാൻ അടുത്ത് ചോദിച്ചു പറയാം. എല്ലാം എനിക്കാണ് ചോദിക്കാൻ പറ്റുക. 2 അടിയുള്ളൂ. ഇനി മൂന്നാമത്തത് പറയും. ഒരു ചോദ്യം പറഞ്ഞാൽ ആലിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 പെണ്ണെട്ടിക്കാൻ നമുക്കറിയാമല്ലോ. യാതൊരു ഇതില്ലല്ലോ. ഡീപ്പായാലും കുഴപ്പമൊന്നുമില്ല. വേണ്ട. ഫസ്റ്റ് മീറ്റ് എനിക്കറിയുന്ന അത്ര വേറെ ആർക്കും. ഫസ്റ്റ് മീറ്റ് ഞങ്ങൾക്ക് അറിയാട്ടോ, പക്ഷെ ഒന്നോണ പറയും നോക്കോ. അത് ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് പെണ്ണാലേക്കും പോയപ്പോൾ അതേ കാര്യം പറയണേ. എല്ലാം എടുക്കണ്ടേ? എല്ലാം എടുക്കണം. ഫസ്റ്റ് നമ്മൾ ഓരോന്ന് കൊടുക്കണ്ടല്ലോ, ഓൻ തന്നെ എടുക്കട്ടെ. ലാസ്റ്റ് മീറ്റ് വേണ്ടല്ലേ? അത് ഈ പോക്ക പോണത്. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിൽ താങ്കൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു? ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന് കല്യാണത്തിൽ ഫ്രണ്ട്സിന് എന്തൊക്കെ അലൗഡാണ്? എന്തൊക്കെ അലൗഡും അലൗഡ് അല്ലാത്തതാണ് അറിയോ? ഇപ്പം 4 ചോദ്യമായി നമുക്ക്. ഇനി 2 കൂടി വേണം. 2 കൂടി ആയാലും സെറ്റാ. 6 ചോദ്യമാവും. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ചോദ്യം എന്താണ്? കല്യാണത്തിൽ ഫ്രണ്ട്സിന് എന്തൊക്കെ അലൗഡാണ്, എന്തൊക്കെ അല്ല. ഈ ചോദ്യം നമ്മൾ വെറുതെ ബാസിലിന് ഇട്ടെടുക്കണം. അത് ഓൻ പറയുന്ന അനുസരിച്ചല്ല. ഞാൻ എന്തൊക്കെ അല്ല പറഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ ചെയ്ത് ചെയ്യും. ഇനി അടുത്തത് നമുക്ക് എന്താണ്, കുട്ടിയുടെ വീട് വേണ്ടല്ലേ? കോളം കട്ട് ചെയ്ത് അവന്റെ ബ്ലോഗില് ഞാൻ ആ സ്ഥലം പറയണ്ട്. കുട്ടി ഏതുവരെ പഠിച്ചു? എന്താ ചെയ്യണെന്ന്? കുട്ടി എന്താ ചെയ്യണെന്ന് പറയാം. പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ? കുട്ടി അതോടെ പഠിത്തം നിന്നെങ്കിലോ? ഏത് കുട്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ചോദ്യം.
കല്യാണം കഴിഞ്ഞാൽ താങ്കൾ ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആവുമോ? അതല്ല, മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ് എന്തൊക്കെ സാധ്യതകൾ കയ്യിലില്ലല്ലോ. ബിഫോർ മാരേജ് ആൻഡ് നിക്കാഹ്, ബിഫോർ നിക്കാഹ് ആൻഡ് ആഫ്റ്റർ നിക്കാഹ്. ഈ ചോദ്യം വായിക്കുമ്പോൾ ചോദിക്കാം, നമ്മോടുള്ള അപ്രോച്ചിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? അതെ, താങ്കളുടെ സ്വഭാവ മാറ്റങ്ങൾ. എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കഴിച്ച നമ്മൾ 6 ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാസിലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 6 ചോദ്യം വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. 6നും ബാസിൽ നുണ പറയുന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. എന്നാലും വെറുതെ നമ്മളൊരു സമാധാനത്തിന് നമ്മൾ ചോദിക്കുകയാണ്. നിങ്ങളും കൂടി അറിയണല്ലോ. നുണ ബാസിൽ നുണയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ചെന്ത് ചെയ്യുക, ബാക്കിൽ നിന്ന് ഇങ്ങനെ ആട്ടാം. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ചെയ്യണോട്ടെ നമ്മൾ. ബാസിലിനെ വിളിക്കാം നമുക്ക്. ബാസിലാ, ലെറ്റ്സ് ഗോ. ആ, കാണിച്ചു തരൂല, എടുക്കണോ? നല്ല ചോദ്യങ്ങളാ. ഇതിലാറ് നല്ല ചോദ്യം എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കണ്ട. ഇത് ഇതിട് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇരിക്കും, ഞങ്ങൾ ജഡ്ജിമാർ ഇവിടെ. ഓക്കെ ലാസില, ഉറക്ക വായിക്കണ ചോദ്യം, ഉത്തരം കോടതി മുമ്പാകെ പറയും. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം 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 സത്യം. അതെ, അതെ. പക്ഷെ ഞങ്ങൾ തിരുത്താണെന്ന് പോലും എന്ന് പറഞ്ഞാലും അതില്ല, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ, അതായത് ബുദ്ധിജീവികളുമായി. ഓക്കെ, നറുക്കിടേ ഓരോന്ന് പറയുന്നത്. പറ്റാത്ത ചോദ്യം ഞാൻ വായിക്കൂല കേട്ടോ. പറ്റാത്തൊന്നുമില്ല ഇതിൽ. ഇതിലൊന്നെടുക്ക്. ഫസ്റ്റ് എടുക്കാം. വായിക്കേ. ഫസ്റ്റ് മീറ്റ്. നല്ല ചോദ്യമല്ലേ? നോക്കുന്നിട്ട് പറഞ്ഞോ. ഫസ്റ്റ് മീറ്റ് പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പിന്നെ നമ്മള് പെണ്ണ് കാണാൻ ചെല്ലൂലേ, ആ സമയത്താണ് നേരിട്ട് എന്ത് ചെയ്യണത്, അന്ന് എന്താണ് താങ്കൾക്ക് ഫുള്ള് പറയും, കഥകളും വിവരിക്ക്. അതായത് നമ്മളിങ്ങനെ കല്യാണം അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളിങ്ങനെ കാണാൻ ചെല്ലാൻ പറഞ്ഞല്ലേ. അപ്പൊ നമുക്കിങ്ങനെ ഓക്കെ അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോ ഒരു കാണാൻ ചെല്ലാൻ പറഞ്ഞേ. ആ സമയത്ത് നമ്മള് പോയി നമ്മള് വീട്ടിൽ നിന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മുട്ടായി എടുത്തിട്ടില്ല, അന്ന് നോമ്പേനി. മുട്ടായി പിന്നെ പോയി. അപ്പം പിന്നെ വീട്ടുകാരും ഇങ്ങോട്ട് ഇങ്ങനെ കാരക്കും ഇതൊക്കെ കൊടുത്താണ്ട് പോകുന്നു. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം എടുക്കാം അല്ലേ? ഫസ്റ്റത്തെ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ 5 ചോദ്യമാണ് വാസിനുള്ളത്. എടുത്തോ. ഇത് വലിയ ചോദ്യമാണല്ലോ. ഉറക്കമായി. കെട്ടാൻ പോകുന്ന കുട്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങള്, പിന്നെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം കൂടി. അതെ, ഒരു കാര്യം അതിനെന്താ വെച്ചാല് നമ്മള് കെട്ടിയിട്ടില്ലല്ലോ. ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ പറയാൻ പറ്റും. ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞാല് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഓവർ കോണ്ടാക്റ്റും കാര്യങ്ങളും ഇതൊന്നും ഇല്ല. അപ്പോൾ എന്താ ചെയ്യല് വെച്ചാല് മെസ്സേജ് അയക്കും ഇടക്ക്. എന്റെ ഐഡി ഉണ്ടല്ലോ, ഇപ്പൊ അടുത്ത് മെസ്സേജ് ഒക്കെ അയക്കലുണ്ട്. അപ്പോൾ എല്ലാ കാര്യം നമ്മളോട് എന്ത് ചെയ്യും, കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യും. മെസ്സേജ് ചെയ്യാണ്ട് കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ ഓരോ ഇപ്പൊ നിക്കാന്റെ ഓരോ തകൃതിയായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണല്ലോ, അതെങ്ങനെ ഇതിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരും. പിന്നെന്താ വെച്ചാല് എന്റെ മനസ്സിൽ ഞാൻ കണ്ട ഏകദേശം ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മള് എന്താ ചെയ്യുന്നത്, നമ്മൾ ഓക്കെ പറയണത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഏകദേശം നല്ലൊരു ഓക്കെ ആയിട്ട് തോന്നിയോണ്ടാണ് നമ്മൾ ഓക്കെ പറഞ്ഞത്. അത് ഓക്കെയാണ്. നമ്മളെ മനസ്സിലൊരു ചിത്രമുണ്ട്, നമ്മള് കെട്ടാൻ പോണ കുട്ടി ഇങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ഏകദേശം ആ ഒരു സാധനം നമുക്ക് കിട്ടി. അപ്പൊ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച സമയത്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഏകദേശം ഓക്കും താല്പര്യമില്ല. അത് ഞാൻ എങ്ങനെയാണോ മനസ്സിൽ കണ്ടിരുന്നത് അതിനോട് ഏകദേശം ഒക്കെ ഓളും ആപ്റ്റ് ആയി. അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇഷ്ടമല്ലാത്തന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് അടുത്ത് പെരുമാറുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഉണ്ടേ അറിയുള്ളൂ. അതിനൊരു അവസരം കിട്ടിയില്ല. അടുത്ത് വരുമ്പോൾ എനിക്കറിയതൊക്കെ ചോദിക്കുന്നില്ല. കോടതി മുമ്പാകെ. അടുത്ത ചോദ്യം.
കുട്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോഴൊന്നും ചെയ്യണില്ല. എന്ത് ഇപ്പോളോട് വീട്ടിലിരിക്കാണ്. എന്താ പഠിച്ചത്? റെസ്പിറേറ്ററി തെറാപ്പിയാണ് പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിക്കണേ. അപ്പം ഞാൻ കാണാൻ ചെന്ന സമയത്ത് അവളോട് പറഞ്ഞ എന്റെ ഒരു ആഗ്രഹം ഞാൻ അവളോട് പറഞ്ഞു, അതിന് ഓക്കെ ആണെങ്കിൽ ഈ വീട്ടിൽ സമ്മതിച്ചാൽ മതി, ഇല്ലെങ്കിൽ കാരണം ഓക്കെ ഇനി വേറെ താല്പര്യങ്ങളുണ്ടെങ്കിൽ ആ വഴിക്ക് പോകണം. നമ്മളൊരാളെ നമ്മൾ കെട്ടിക്കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ അറിയില്ല, അതിന് മുമ്പേ നമുക്ക് പറയലൊക്കെ പറയാം. അതിന് ഓക്കെ ആണെങ്കിൽ അതിനോട് സമ്മതിക്കേണ്ട ആവശ്യം. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു എന്റെ താല്പര്യം, ഞാൻ അങ്ങനെ ഒരു അധ്യാപകനാണ്, സ്കൂൾ വർക്ക് ചെയ്യണം, അപ്പൊ അങ്ങനെ ആ ഫീൽഡിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എനിക്ക് അങ്ങനെയാണ് ഇത്. അപ്പൊ എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാം. അത് എനിക്ക് ഞാൻ പറഞ്ഞേ, എനിക്ക് അതിനെക്കാട്ടിലും താല്പര്യം എനിക്ക് എന്താണ്, എനിക്ക് നീ പെൻസിൽ മാറ്റി എടുത്ത് വേറെ സാധനം എടുക്കും, ടാപ്പ് പൊട്ടിക്കും, പിന്നെ പേനകൾ ഓരോന്നേ പൊട്ടിക്കും. അടുത്ത ചോദ്യം. അപ്പം എന്ത് ചെയ്ത് ഞാൻ ഓളോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഓള് പറഞ്ഞു എനിക്ക് അതൊന്നും പറഞ്ഞില്ല. അല്ല അപ്പൊ ഓളത് പറഞ്ഞേ, അന്നിങ്ങനെ പ്ലസ് ടു ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ മെഡിക്കൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഷിപ്പിനെ കൊണ്ട് കഴിഞ്ഞില്ല, നല്ല റിസ്ക് ആണ്, ഇതാണ്, പിന്നെ ഫുൾ നല്ല ഹെവി ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങനത്തെ വരുന്നതാണ്. അപ്പൊ എനിക്കും തന്നെ പിന്നെ ഓള് മറ്റേ ഹിന്ദി, ഓളമ്മ ഹിന്ദി ടീച്ചറല്ലേ, അപ്പൊ ഹിന്ദിന്റെ കോഴ്സൊക്കെ പഠിച്ചിക്കണേ. അപ്പോൾ ടീച്ചിങ് ഫീൽഡ് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാ അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് വീട്ടിൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. 2 ദിവസം സമയം എടുത്തേണ്ടൊക്കെ ആലോചിച്ച് വന്നിട്ട് പറഞ്ഞാൽ ആക്കിയല്ലേ ഓളോട് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോ ഇതൊക്കെ പറഞ്ഞേ, നീ ഒരിക്കലും എന്റെ നിർബന്ധത്തിന് ഇതിന് പോയി എന്നുള്ള സാധനം വരരുത്. അപ്പൊ ശരിക്കും ആലോചിക്കുക, 4 കൊല്ലം പഠിച്ച സാധനമാണ്. അപ്പൊ എനിക്ക് വേണോ വേണ്ടേ, എനിക്ക് ആ ഫീൽഡിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ അതെ നമ്മള് ഓപ്ഷൻ വെച്ചാണ്. അല്ല അതെ അല്ല കാണാൻ ചെല്ലുമ്പോ അവളോട് പറഞ്ഞാണത്. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് പറഞ്ഞത് അതെങ്ങനെയാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫീൽഡ് തന്നെ അല്ല ഒരു ഇതിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആ ഫീൽഡിലേക്ക് എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് എന്റെ ഫീൽഡിൽ ആളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ആ കാരണം ഓരോ കാരണങ്ങൾ ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മതി നമുക്കിത് പിന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നാനൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഓരോന്നും നുള്ളി പൊറുക്കി പറഞ്ഞത്. ക്ലിയർ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു എനിക്ക് അത്ര ആപ്റ്റ് ആണെങ്കിൽ മാത്രം ഈ ഫീൽഡ് എനിക്ക് ഇല്ല. വേറെ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി വേറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട് എന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ വെച്ചാല് ഞാൻ അങ്ങനെ പറഞ്ഞു. അതിൽ ഓള് ആലോചിച്ചിട്ട് ആണല്ലോ പോള് ഓക്കെ പറഞ്ഞിട്ടുണ്ടാവും ഓളെ വരില്ല. അതുകൊണ്ടല്ലേ ഓല് പിന്നെ നമ്മളോട് ഓക്കെ പറയണത്. അപ്പൊ ഈ ചോദ്യം അപ്പൊ ഈ അടുത്ത ചോദ്യം അല്ലേ, ഇതൊക്കെ ഉത്തരവുണ്ടോ? നാളെ സ്റ്റാഫ് വരുമ്പോഴേ ഇതൊക്കെ തുറന്നു നോക്കിയല്ലേ. ചോദ്യം നമ്പർ 4. കല്യാണത്തിൽ ഫ്രണ്ട്സിന് എന്തൊക്കെ അലൗഡ് ആണ്, എന്തൊക്കെ അലൗഡ് അല്ല? അത് എന്തൊക്കെ അലൗഡ് ആണ്, അലൗഡ് അല്ല. ഞാൻ എന്താ വെച്ചാല് അങ്ങനെ നുള്ളി പൊറുക്കി എണ്ണി പറഞ്ഞ ലിസ്റ്റ് ചിലപ്പോ നടക്കൂല. അതായത് ഞാൻ പറയട്ടെ വാസല, ഒരു ടു ബി ഹോണസ്റ്റ് ഒരു സുഹൃത്ത് ഇത്രയും അടങ്ങറായിട്ട് അന്യ രാജ്യത്തു നിന്നും മഞ്ഞ് കഴിഞ്ഞിട്ട് ദുബായി പോയിട്ട് വെയിലും കൊണ്ട് മണലും കൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തിയ അവസാനം. അപ്പൊ ആ ഒരു സുഹൃത്തിന്റെ മനസ്സിലുള്ള ഒരു കാര്യം കേൾക്കണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നോർമൽ കല്യാണം ഉണ്ടല്ലോ, വളരെ സാങ്കല്പികമായിട്ടുള്ള ഒരു കല്യാണം, നോർമൽ കല്യാണം, അത് നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യല്? ആ ഒരു എൻജോയ്മെന്റ് പറ്റും? അതിലെന്തൊക്കെയാണ് എന്റെ എൻജോയ്മെന്റിന് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതാ പറ്റൂല. ഞാൻ പറഞ്ഞത് ഇന്ത്യ അച്ഛൻ്റെ ഒരേ മൈൻഡാണ്. ആയിക്കോട്ടെ പറഞ്ഞോട്ടെ. പറ്റൂല, പടക്കം പറ്റൂല, പാടില്ല. കാരണം എന്താ വെച്ചാ അതായത് ആ വക സാധനങ്ങളൊന്നും പറ്റൂല. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഇവന്റോട് വരെ ഞാൻ അവരോട് പറഞ്ഞിക്കണേ, അതായത് അങ്ങനത്തെ സാധനങ്ങൾ വേണ്ടെന്നില്ല. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കണ ഓരോട്. ഒരു വെക്കല്ലേ എനിക്കറിയില്ല, കാരണം അവിടുത്തെ തന്നെ. അപ്പൊ നമ്മളെ വീട്ടിലത്തെ പരിപാടി അല്ലേ, ഓരോ അവിടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് പറ്റുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പേഴ്സണലി എന്നോട് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ എനിക്ക്. കാരണം എടാ എന്റെ ഒരു പരിപാടി അങ്ങനെ ആണെന്ന് എനിക്ക് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവില്ലേ. സൂഫി ഡാൻസ് പറ്റും? ഞാൻ ക്യാമറയുടെ ഇന്നാ തന്നെ ഇല്ല, അങ്ങനത്തെ ഡാൻസും വേണ്ട, കുതിരയും മാനും മുയലും വേണ്ട. മൃഗശാല അല്ലല്ലോ, മൃഗശാല കാണാൻ വരുന്ന ആൾക്കാരല്ലേ അവിടെ ഉള്ളത്. അവിടെ ഒരു പരിപാടി കൂടാൻ പറ്റുന്ന ആൾക്കാർ. ഫസ്റ്റ് ഞാൻ പറയട്ടെ, നമ്മളല്ലെങ്കിൽ തന്നെ നമ്മള് പൊതുവെ നമ്മളെല്ലാ അലമ്പും കാട്ടുന്ന ആൾക്കാരാണ് അല്ലെ. അങ്ങനെയല്ല, നമ്മള് ചെക്കന്മാര് കൂടുമ്പോ മാക്സിമം അലമ്പ് അങ്ങനെ.
അങ്ങനെയൊക്കെ മതി നമുക്ക്. ആലമ്പതി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊന്നും കുഴപ്പമില്ല. അല്ലാത്ത ഈ പറഞ്ഞ സാധനം പടം ഇനി എന്താ വേറെ അല്ല, പടക്കം പാടില്ല, പടക്കല്ല ഡാൻസും വേണ്ട, അത് നമ്മള് പാടില്ല, ഡാൻസും വേണ്ട. ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ്, നല്ല ഗിഫ്റ്റുകളാണെങ്കിൽ ഫ്രിഡ്ജിന്റെ വലിപ്പുണ്ടാവുക, പെട്ടിന്റെ വലിപ്പമൊന്നും എനിക്ക് വിഷയമല്ല. നല്ല ഗിഫ്റ്റുകളാണെങ്കിൽ ഗിഫ്റ്റ് എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് അറിയണല്ലോ, ഞങ്ങളെ മനസ്സിലായി നല്ല ഗിഫ്റ്റ് ആണ് അത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇങ്ങക്ക് എല്ലാവർക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി. അങ്ങനെയാണെങ്കിൽ 25-ാം തീയതി അസറുദ്ദീന് ടിക്കറ്റ് എടുത്തിട്ട് പോകും. അത് പോരട്ടെ, നമുക്ക് സങ്കടമാണ്. അത് നല്ല രീതിയിൽ പരിപാടി ആക്കി വെച്ച അതാണ്. അയ്യോ തക്കി തരാം, ഞാൻ നിന്നേരാറില്ലേ, അത് ഞങ്ങളോട് പറഞ്ഞു. ഇനി എന്താ വേറെ എന്തെങ്കിലും ചോദിക്കാല്ലേ? വേറെ ഒന്നും പറഞ്ഞു അല്ല, ഇനി ഇത് ഇച്ചാണ് പറയണ്ട, എനക്ക് ഇതൊന്നും ചോദ്യം. ഫ്രണ്ട്സിന് എന്തൊക്കെ പറ്റും അതാണ് പറയണ്ടത്, പറ്റാത്ത പറയണ്ട. എന്തൊക്കെ പറ്റും? മാന്യമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറ്റും, ഞാൻ അനുവദിക്കും. അല്ലാതെ ഈ പടക്കം മറ്റേ കേക്ക് വേണ്ട. എന്നാ ഞങ്ങള് വലിയ കട്ട്ലറ്റ് ഉണ്ടാക്കിക്കൊണ്ടോ, അത് മുറിച്ചോ? ഇത്ര കട്ട്ലറ്റ് അത് വേണ്ട. നിങ്ങൾ വേണമെങ്കിൽ വെറുതെ ദിവസം കേക്ക് കൊണ്ടെന്നുള്ള ഞാൻ അത്ര കേക്കേറ്റ് മുറിച്ചു തരാം. പക്ഷെ അന്ന് ആ പരിപാടിക്ക് കേക്ക് വേണ്ട. എന്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഉണ്ടാവും. ക്രിസ്മസ് അപ്പൂപ്പനെ പോണ വൈക്ക് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വിടാൻ പറ്റുമോ? അത് നമ്മള് ക്രിസ്മസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. അല്ലാതെ ആ പരിപാടി ഞാൻ ക്രിസ്മസ് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇന്റെയൊക്കെ പേരില് എന്റെയൊക്കെ പേരില് ഇങ്ങോട്ട് ഇന്റെയൊക്കെ പേരില് എല്ലാ ക്രിസ്മസിനും മറ്റേ കരോള് വരും, കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളവിടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മൾ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അവിടെ നമ്മള് പരിപാടിക്ക് പോലുണ്ട്, കാണലുണ്ട്, കൂടലുണ്ട്, ഓലൊപ്പം നമ്മളെല്ലാത്തിനും കൂടുകയൊക്കെ കൊടുക്കും. നമുക്ക് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുണ്ടല്ലോ. എന്തിനാണ് ഈ നിക്കാഹ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ക്രിസ്മസ് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്മസ് ആഘോഷിക്കണ്ട. മാപ്പിള പാട്ട് ഒപ്പന വേണ്ട, അതിന്റെ ആവശ്യമില്ല. വട്ടപ്പാട്ടെങ്കിലും വേണ്ട, നിങ്ങൾ പാടിക്കോളി. ഞങ്ങള് പാടും, പാട്ട് അനുവദിക്കും. നിങ്ങൾ തൊള്ളോണ്ട് പാടിയാണ്ട് കൊട്ടിക്കോളി, പാട്ട് മാത്രം. മോസ്റ്റ് ഡിസപ്പോയിന്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ച് സന്തോഷം. ഇത് ഭയങ്കര ഞങ്ങൾ ഡിസപ്പോയിന്റ്, ഞങ്ങൾ ആകെ ആക്ഷേപിച്ച് അടിച്ച് താത്തി. എന്റെ ഒരു ആഗ്രഹമാണ് കല്യാണം നടക്കുന്നത്. ഞാൻ അടുത്ത് ചൊർക്ക് ലവ് മാരേജ് അറേഞ്ച് മാരേജ്? അറേഞ്ച്ഡ് മാരേജ്. ലവ് മാരേജ് അറേഞ്ച് മാരേജ്? അറേഞ്ച് മാരേജോ? അറേഞ്ച്ഡ്. ഉറപ്പാണോ? ഉറപ്പാ, 100%. കോടതി മുന്നാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. അറേഞ്ച്ഡ് മാരേജ്. അടുത്ത പറയട്ടെ. ബിഫോർ നിക്കാന്റെ ആഫ്റ്റർ നിക്കാന്റെ സ്വഭാവം മാറ്റമാണോ? സ്വഭാവത്തിൽ താങ്കൾക്ക് ഉറപ്പായിട്ടും ഒരാണ് കണ്ടിരിക്കേണ്ട കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇല്ല, ഉണ്ട്. എന്റെ കുടുംബത്തിൽ ഒരു പെണ്ണ് അല്ല, അതുണ്ട്. നിങ്ങളടുത്തില്ല മാറ്റങ്ങളാണോ? എന്റെ മാറ്റങ്ങൾ. അതായത് നമ്മളെ വിശ്വസിച്ച ഒരു കുട്ടി നമ്മളെ ജീവിതത്തിൽ കടന്നു വരികയാണ്. അപ്പൊ ഓളെ എല്ലാ കാര്യങ്ങളും നിക്കാണ് ഉത്തരവാദിത്തം. കാരണം ഓളെ വാപ്പ നമുക്ക് നിക്കാഴ്ച തരുമ്പം നമുക്കത് തരികയാണ്. അതായത് ഞാൻ ഇത്രയും കാലം നോക്കി എന്റെ കുട്ടീനെ എനക്കത് തരികയാണ്. അപ്പൊ ഇനി മുതല് ഓളെ എല്ലാ കാര്യം A to Z നിക്കാണ് അതിലൊരു ഉത്തരവാദിത്തം. ഓളെ ഓരോ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും അത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഓളെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. അതല്ല, അപ്പൊ ഓളെ വാപ്പന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു. അതിനാണ് നിക്കാഴ്ച കല്യാണം കഴിപ്പിച്ച് തരുന്നത്. പിന്നെ അവിടെ ഉത്തരവാദിത്തം പിന്നെ ഓക്കെ എങ്ങടേലും പോകണമെങ്കിലും ഇതാക്കേണ്ട ഓള് ഫസ്റ്റ് ചോദിച്ചിട്ട് ഭർത്താവിനോടാണ്. ആ നിക്കാവോട് അതിനാണ് നിക്കാവുക, അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അപ്പൊ ഓളെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പൊ ഓൾക്ക് ഓൾതായ ടൈം ചിലപ്പോൾ ഞാൻ കൊടുക്കേണ്ടി വരും. ഞാൻ കൊടുക്കണം. അതിന് ഉത്തരവാദിത്തം അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. പിന്നെ ഓളെ ഞാൻ ഇതുവരെ, അതായത് നമുക്ക് ഓരോരുത്തരെ കണ്ട ഏകദേശം ഒരു ഈ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഇത് പറ്റി. നിലവിൽ ഇപ്പത്തെ ഇതുവരെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഓളെ ഏകദേശം നമ്മളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേ ഇതാക്കണൊക്കെ ഒരു ആളാണ്. അപ്പൊ ഒക്കെ അറിയാം എന്റെ കാര്യങ്ങൾ, എന്റെ സർക്കിൾ എന്താണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഓക്ക് വളരെ വൃത്തിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു കൊടുത്താണ്. അപ്പൊ എന്താ വെച്ചാല് ഓൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. ബാക്കി നമ്മൾ അടുത്ത് വരുമ്പോഴല്ലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത് പെരുമാറുമ്പോഴല്ലേ
ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മളോരോ വിശ്വാസത്തിന്റെ പ്രതീക്ഷന്റെ ഒക്കെ മേലാണ് ഇപ്പൊ ഇതൊക്കെ പോണത്. അപ്പൊ ആ കാര്യങ്ങള് അങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒക്കെ ഒരു ഉത്തരങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ഉത്തരങ്ങൾ തന്നെയാണ്. അല്ല കുഴപ്പമില്ല. എത്ര ചോദ്യം സത്യസന്ധമായ ഉത്തരം, എല്ലാ ചോദ്യം ആണ് തല കൈ വെച്ച് പറയും. സത്യസന്ധമായ സത്യസന്ധമായ തലി കൈവശേണ്ടത് അതെന്തേ വണ്ടിയുടെ കുഴപ്പമില്ല, ഇത് പ്ലാസ്റ്റിക് ആണ്. സത്യസന്ധമായ ഉത്തരങ്ങളാണ്. ഓക്കെ, എനിക്ക് തോന്നണം എന്താ അച്ചോ അപ്പൊ ഈ പറഞ്ഞതില് 2 ഉത്തരങ്ങൾക്ക് വളരെ കറക്റ്റാ, ബാക്കി 4 തെറ്റാണ്. അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് കാണികൾ തീരുമാനിക്കട്ടെ, കമന്റ് ചെയ്യുക. ഞാൻ ഏതാന്ന് പറഞ്ഞില്ല, ഏതാന്ന് പറഞ്ഞു കൊടുക്കും. ഏതാ ഞാൻ പറഞ്ഞ, ഞാൻ 2 ഉത്തരങ്ങൾ പാസിൽ പറഞ്ഞത് വളരെ അല്ല, നിങ്ങളിപ്പോ ഇത് പറയുന്നത് എനിക്കറിയാം. അതിലൊരു ഉത്തരം അതിൽ തെറ്റില്ല, അതിൽ കറക്റ്റ് ഉത്തരം. കുഴപ്പമില്ല, നിങ്ങള് കാണികൾ ഇത് കണ്ടിട്ട് എന്താ തീരുമാനിക്കട്ടെ അല്ലേ? ഉറപ്പാണ്, ഉറപ്പ്. പക്ഷെ 26-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ നിക്കുന്ന ബാസിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ ഒരു ബാസിലായിരിക്കും അതെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പ് ഇല്ല. ഉണ്ട്, ആവൂല, ഇല്ല. കാരണം എന്താ, ഇപ്പൊ തന്നെ കിട്ടണില്ല, അപ്പോഴും കിട്ടൂല, അപ്പൊ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതിന് വേണ്ടിയാണ് കുറച്ച് കാലമായിട്ട് നമ്മളൊരു ഗ്യാപ്പ് തിരക്കാണ്, ഹോസ്പിറ്റൽ കേസ്. ഇല്ല അതൊന്നല്ല, നമ്മള് നിങ്ങളപ്പോ എല്ലാം ഉണ്ടാകുന്ന സമയത്തേക്ക് നമ്മളുണ്ടാവും. ഒക്കെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് ഓളും ആണ്. കാരണം അതേപോലെ എന്റെ സർക്കിൾ എന്താണ്, എന്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെ ഒക്കെ അറിയാം. ഹാപ്പിയാണ് ടോട്ടലി, വെരി ഹാപ്പി. ചങ്ങന്മാരെ വെറുപ്പിച്ചാലും പെണ്ണ് കെട്ടാൻ പോണിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ചങ്ങന്മാരെ വെറുപ്പിച്ചിക്കല്ല, എന്റെ ഒരു ആഗ്രഹം ഞാൻ ചങ്ങന്മാരോട് പറഞ്ഞു. അപ്പൊ അതിന് ചങ്ങന്മാരെ എന്താ ചെയ്യാ, നമ്മളെ കൂടെ ഇല്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഓരോരോ പുതിയ പരിപാടികൾ ഉണ്ടാവാറാണല്ലോ. അപ്പൊ ഇതോടുകൂടി നിങ്ങൾ അതിനൊരു തുടക്കം കുറിക്കട്ടെ എന്ന് കരുതി കഴിഞ്ഞ അല്ലേ അസറോ? അതെ നല്ല ഉഷാറായി. അങ്ങനെ ഞാൻ എന്റെ കല്യാണത്തിന് എനിക്ക് എന്തൊക്കെ ആഗ്രഹമുള്ളത്, എന്റെ കല്യാണത്തിന് പടക്കം പൊട്ടിക്കാൻ എനിക്ക് പറ്റുമോ? എന്തും ചെയ്തോളൂ, നോ പ്രോബ്ലം, ഒരു സീനുമില്ല. പിന്നെ എന്തൊക്കെ ചെയ്യാ, ഓക്കെ. അപ്പൊ ഇജ്ജ് അങ്ങനെ അനുവദിച്ചിട്ടാണെങ്കിൽ നമ്മള് പൊട്ടിക്കോ, ഒരു ഗ്രൗണ്ട് ഇട്ടു. അതേമാതിരി ഞാൻ ഇന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ഒരു ആഗ്രഹങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു തരാം. അതേമാതിരി എന്റെ ആഗ്രഹിച്ച് എന്താ പറയണ അതിന്റെ ഒപ്പം ഉണ്ടാവും. അതിന് നമ്മൾ പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നും ചിന്തിക്കണം. എല്ലാരും എല്ലാം ചെയ്യണം, പക്ഷെ ഇജ്ജ് അവിടെ അടങ്ങിയിരിക്കണം. അതങ്ങനെ, അതാണ് ആയിക്കോട്ടെ. ഞാൻ അത് പറഞ്ഞ എന്റെ കല്യാണമാണ്, അപ്പൊ എനക്ക് അങ്ങനെ ആഗ്രഹം ആവും, ഞാൻ ചെയ്തു തരും, ഞാൻ അടങ്ങിയിരിക്കും. ഓക്കെ, നമ്മള് ക്യാമറയുടെ മുന്നിൽ തന്നെ പറയണത്. ഇപ്പൊ ചിന്നോട് പറയണ എന്റെ കല്യാണത്തിന് ഇജ്ജ് അടങ്ങിയിരിക്കണം പറഞ്ഞാൽ ഞാൻ അടങ്ങിയിരിക്കും. കാരണം എന്റെ ആഗ്രഹം അതാണ്, എന്റെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെ ഇരിക്കണത്, അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കും. അതേമാതിരി എന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ കല്യാണത്തിന് എനിക്ക് പടക്കം പൊട്ടിക്കാൻ പറ്റുമോ? പടക്കം പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാം. അപ്പൊ അച്ഛനും കുഴപ്പമില്ല, ഓന്റെ എല്ലാത്തിനും പടക്കം പൊട്ടിക്കാം. ഡാൻസ് പാട്ടൊക്കെ പറ്റും, പ്രശ്നമല്ല. അപ്പൊ അതും കുഴപ്പമില്ല. അപ്പൊ തന്നെ അച്ഛന് അങ്ങനെ ഇഷ്ടമല്ലോണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. അതേ പറഞ്ഞത് നമ്മൾ ആരുടെ ആഗ്രഹം എന്താണ്. ഇപ്പൊ അർശുവിന്റെ കല്യാണത്തിന് ഓനവാണ്ടൊക്കെ നമ്മൾ ഞങ്ങൾക്കൊരു വാക്ക് ഓളെ പേരിൽ എന്റെ പേരിൽ നടക്കണ പരിപാടി കല്യാണത്തിന് സെറ്റാക്കാന്ന് പറഞ്ഞാല് അതിലും ഉണ്ട് നിയന്ത്രണങ്ങള്. അതല്ല പറഞ്ഞത്, അതാണ് പറഞ്ഞത്. എന്റെ കല്യാണം എനിക്ക് ഇങ്ങനെ നടക്കണ ഒരു ആഗ്രഹം ഉണ്ട്, അത് നിങ്ങൾ നടത്തി തരിക. പക്ഷെ ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്. അല്ലാത്ത നിങ്ങൾ എന്ത് പറഞ്ഞാലും മുത്തുമണികളെ ഞാൻ ഉണ്ടാവില്ലേ, എല്ലാ അലമ്പിനും ഞാൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇടക്ക് ഒരു 20% ഉണ്ടായിട്ടുണ്ട്. 20% എന്തിനാ അല്ലാതെ, അത് നമ്മളതായ അലമ്പുകൾക്ക് എന്തിനാ അല്ലാക്കില്ല, എല്ലാത്തിനും ഉണ്ടാവില്ലേ? അന്ന് എനിക്ക് എക്സാം ഇല്ലല്ലോ, അതെ അന്ന് വരാൻ പറ്റിയില്ല. അപ്പൊ അതേ പറഞ്ഞത്, നമ്മളതായിട്ടില്ല എല്ലാ പരിപാടികളും നമ്മളുണ്ടാവും. ഞാൻ പറഞ്ഞില്ല 2 ചോദ്യം മാത്രമേ ഇതിൽ കറക്റ്റ്. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അനക്കതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ ഈ ഒരു പരിപാടി നമ്മളെ ആഗ്രഹത്തിന് നിങ്ങൾ നിന്ന് തരാം. അതായത് എനിക്കും വേണ്ടി നിങ്ങള് റിസ്ക് എടുത്താൽ ചെയ്തു തരാം. അത്ര ഞങ്ങളോട് നമ്മളൊരു ആഗ്രഹം പറയാണ്, അത് നിങ്ങൾ പറ്റുമെങ്കിൽ ചെയ്തു പറയാനല്ലേ പറ്റുള്ളൂ. പിന്നെ ചെയ്യണോ ചെയ്യണ്ടാത്ത നിങ്ങളതാണ്. ഇപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തപ്പോ എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? പക്ഷെ ഞാൻ ഇപ്പൊ എന്താ വെച്ചാല്
ഇന്റെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളാണ് അതിൽ ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ ഈ ക്യാമറ മുന്നിൽ നിർത്തി പറയണേ, ഇതുവരെ കാണാത്തൊരു എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരു പരിപാടി നിങ്ങൾ ചെയ്യും. അത് ഞാൻ ചെയ്യൂല. എനിക്ക് ഇഷ്ടമാണെന്ന് ചിലപ്പോ പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ ഇതെന്താണ് മൈക്കന്നെ അത് ക്യാമറ കുത്തണം. അപ്പൊ നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം. പക്ഷെ കമന്റിൽ നിങ്ങൾ എല്ലാരും പറയണം, ബാസിൽ ഈ പറഞ്ഞതുണ്ടല്ലോ എത്രത്തോളം സത്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ ആലോചിക്കനി, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം. എല്ലാവരും ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും നന്ദിയില്ലേ ബാസിലെ? അപ്പൊ എല്ലാവരും വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വ്ളോഗ് വരുമ്പോഴേക്കും എല്ലാവരും ബൈ. നോണ പറഞ്ഞിട്ടുണ്ടല്ലോ ബാസിലേജി, എന്തിനാ ഇങ്ങനെ നോണ അറിയണേ? എന്തിനാ ഇങ്ങനെ നോണ അറിയണേ? ഓരോ കാര്യങ്ങളും നമ്മള് സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മള് പറഞ്ഞത്. സത്യസന്ധമായ കാര്യം അങ്ങനെ വെക്കാൻ പാടില്ല. അത് കുഴപ്പമില്ല. നമ്മള് സത്യസന്ധമായ കാര്യങ്ങളാണ് നമ്മള് വെളിപ്പെടുത്തിയില്ല.